ഹലോ ഗൈസ്, അപ്പം നമ്മൾ രാവിലെ തന്നെ ഈ കുളിച്ച് എവിടെ പോകാൻ അറിയോ? നമുക്ക് ഷൂട്ടുള്ള ദിവസം. അപ്പം നമ്മൾ ഷൂട്ടിങ്ങിന് പോവുക. അപ്പോൾ അവന്മാരെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്, നമുക്കിനി അങ്ങോട്ട് പോകണം. അപ്പോൾ നമുക്ക് പോകാം അങ്ങോട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്നല്ല, നമ്മുടെ അയൽപ്രസാദൻ്റെ വീട്ടിൽ നിന്ന് ഷൂട്ടിങ്ങിലോട്ട് പോകുന്ന വഴി. നമ്മൾ നടന്നാണ് പോകുന്നത്, വണ്ടി എടുത്തില്ലെന്ന്. നമുക്ക് നോക്കാം, നമ്മൾ ഷിയാസൊക്കെ ഉണ്ടോ എന്ന് നോക്കാം, വിളിക്കാം. ഇതാണ് ഷിയാസക്കയുടെ വീട്. ഇക്ക ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളവിടെ ഷിയാസക്ക ഇല്ല, നമുക്കിനി നേരെ സ്റ്റുഡിയോയിലോട്ട് പോകാം. അവിടെ ആ കാണുന്ന കേട്ടോ, ഇതാണ് എൻ്റെ വീട്. അവിടെ ആ കാണുന്ന വീട്, അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ സ്റ്റുഡിയോ. നമുക്ക് പോയി നോക്കിയിട്ട് വരാം. എത്ര പേര് വന്നറിയത്തില്ല, എന്തായാലും നമ്മുടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവൻ 5 മിനിറ്റ് അയാൾ പോയിട്ട് പട്ടി എന്നോട് അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് അവൻ ആദ്യമേ പോയി. നോക്കാം, നമ്മുടെ ശേഖരൻ്റെ ബൈക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശേഖരൻ്റെ വണ്ടി വന്നിട്ടുണ്ട്, നമ്മുടെ അർണോണ്ടൻ്റെ വണ്ടിയുണ്ട്, രാഹുലണ്ണൻ്റെ വണ്ടിയുണ്ട്, വൈശാഖൻ്റെ വണ്ടിയുണ്ട്. അപ്പോൾ ഇവർ 4 പേരും ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. അടുത്ത ആരാ നോക്കാം. ഹലോ ഗൈസ്, അപ്പം ഗൈസ് ഇവരവിടെ സ്ക്രിപ്റ്റ് ഒക്കെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പം ഇവരവിടെ നിന്ന് പറയട്ടെ, നമുക്ക് വെളിയിലോട്ട് പോയിട്ട് ബാക്കി എന്തെങ്കിലും പരിപാടി നോക്കാം. അപ്പം നമുക്ക് ഇന്ന് എടുക്കാനുള്ള നമ്മുടെ പീറ്ററിൻ്റെ ഒക്കെ ഒരു വീഡിയോ കേട്ടോ. അപ്പം അതിന് വേണ്ടിയുള്ള കോസ്റ്റ്യൂം എല്ലാം ഇട്ടോണ്ടിരിക്കുക എല്ലാവരും. അപ്പം നമുക്കും പോയി കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് വരാം. ഇതിനകത്താണ് എൻ്റെ കളിയെല്ലാം ഇരിക്കുന്നത്. അത് തിരിഞ്ഞു കഴിഞ്ഞ് ഈ 0 പോയി ഒട്ടും സൗണ്ട് ഇല്ല. ഇൻകേസ് ഇനി ഇവിടോട്ട് തിരിഞ്ഞ് 5ലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി മനസ്സിലായോ? ഓട്ടോ ഞാൻ അടിച്ചില്ല. ഓട്ടോ മാനുവല് ഓട്ടോ ആണെന്ന് തോന്നുന്നു. ഇതിന് മുമ്പ് നടന്ന ഓട്ടോയാ. പിന്നെ മാനുവൽ ആക്കിയതാ. ഇതുകൊണ്ട് കുഴപ്പമില്ല. അതൊന്നും നടത്തില്ല. ശരിക്കും മറ്റേതാ, നിങ്ങള് ഷായിട്ട് കിടക്കുന്ന ആളല്ലേ? ഇല്ലേ അരികുഞ്ഞിന്റെ ചെലവ് വേണ്ടായോ? നിന്റെ ഫോണിന്റെ ചെലവ് അത് പോട്ടെ, നമുക്ക് വേറെ ചെലവ്. ഒരു ഫോട്ടോ ഇല്ല, അത് ചെയ്യും. വേറെ ചെലവ്, മറ്റേ ചെലവ് ചെയ്യും. അത് വേണ്ടതാ ഗൈസ്. ഇന്ന് നമ്മുടെ അഖിലണ്ണന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. ചെലവ് ഒരു ചെലവ് ചെലവ് വേണ്ടായോ? അരണ ചെലവ് വേണ്ട അരണ അത് ന്യായോ? അപ്പൊ ചെലവുണ്ടോ? ത്രിവേണി വേണ്ട, വേറെ ഇല്ലാത്തവരെ കൊണ്ട്. അപ്പൊ ത്രിവേണി ചെലവ് ഓക്കെ, കൈവിട്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത, കേരളത്തിൽ സൈക്കോകളുടെ പൂണ്ടുവിളയാട്ടം. കേരളത്തെ ബോംബിൽ നിന്ന്. അപ്പം ഗൈസ് നമ്മളെ റോളൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയും നേരം നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കാം. അവര് ബാക്കിൽ എടുത്തിരിക്കുക. നമ്മളങ്ങോട്ട് പോകട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആവും. അങ്ങോട്ട് പോകാത്ത പറയുന്ന കേൾക്കുന്നുണ്ടോ? എനിക്കൊരു ഡൗട്ട്. ഞാൻ ആദ്യമായിട്ട് ഈ ഫോണിൽ വ്ലോഗ് എടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എന്റെ മാത്രം സൗണ്ട് ഇതിനകത്ത് കിട്ടുന്നത്. ഗൈസ് നമ്മൾ പിന്നെയും വീഡിയോ എടുക്കാൻ വേണ്ടി ഷിയാസിക്കയുടെ വീടിൻ്റെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുത്തോണ്ടിരിക്കും. നീ എന്നെ ചതിക്കുവായിരുന്നല്ലേടാ, പക്ഷെ എനിക്ക് നിന്നോടുള്ള സ്നേഹം അത് ശക്തിയായിരുന്നടാ. നീ എനിക്കോടെ പറയുന്നേ. നമുക്കവിടെ പണിയൊന്നും ഇല്ലാത്തത് നമുക്ക് മാറിക്കാം കേട്ടോ. നമ്മുടെ ഷോട്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു, എല്ലാം എടുത്തു കഴിഞ്ഞ് ഇപ്പം നമ്മൾ കുറച്ച് നേരത്തേക്ക് ഫ്രീ ആണ്. നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കാം. അവരവിടെ എൻജോയ് ചെയ്യട്ടെ. ഗൈസ് ഇതാണ് നമ്മുടെ അഖിലെണ്ണം മേടിച്ച പുതിയ പട്ടിക്കുട്ടി കേട്ടോ. ഇതിന്റെ പേരെന്താ, ലിറ്റിൽ പൂഡിലോ അങ്ങനെ കണ്ട് എന്തോ. ഇവിടെ നോക്കി. അയ്യോ എണീച്ചവാ, ഇവിടെ നോക്കി. ഇത് എറണാകുളത്തുനിന്നും ഉണ്ടോന്ന് കേട്ടോ. ഇതിന് നല്ല രസമുണ്ട് കാണാൻ. ഇതിന്റെ വെള്ള കളർ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഇതിനെ കുറെ എല്ലായിടത്തും കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഹായ് വന്നേ
വന്നടാ. അയ്യോ അയ്യോ, ഇതിന് 10, 50 രൂപ 60 രൂപ എടുത്ത് വിലയുണ്ട്. ആ യോ 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 യോ, ഉറങ്ങിക്കോ. സംഭവം കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് ഇതേ കാണാൻ. അയ്യോ ഇങ്ങോട്ട് നോക്കി. അപ്പം പട്ടിയെ മേടിച്ചതിൻ്റെ ചിലവും, ഡോഗിനെ മേടിച്ച ചിലവും പിന്നെ മേടിച്ച ബർത്ത്ഡേയുടെ ചിലവ് നമുക്ക് ഒരുമിച്ച് മേടിക്കാം കേട്ടോ. തരും ഒരു 2 ചിലവ്, ഒരു വെടിക്ക് 2 പട്ടി. യോ. അപ്പം നമ്മൾ ആണ്ട വൈശാഖന്റെ വീട്ടിൽ വന്നേക്കോ വീടിൻ്റെ ബാക്കി എടുക്കാൻ വേണ്ടി. പക്ഷെ അവന്മാരൊന്നും വന്നില്ല, വൈശാഖൻ മാത്രമുണ്ട്. അപ്പം നമുക്ക് ബാക്കി വീഡിയോ ഇടാമേ. അല്ല പറ, ബാക്കി വീഡിയോ ഇടാം. ആ ശരി, എന്നാ വൈശാഖൻ പറഞ്ഞ അന്ന് എന്തെങ്കിലും പറ. രുദ്രസ്വേലിനെ പറ്റി 2 വാക്ക് പറ. നല്ലൊരു ചാനലാണ്, എല്ലാവരും നല്ല വ്യക്തികളാണ് നടത്തുന്നത്. പക്ഷെ ഒരാള് മാത്രം പോയി, അതാരാന്ന് പറ. ആരായിരിക്കും? അപ്പം ഞാൻ രുദ്രസ്വേലിൽ ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ പറ അത് ആരാണെന്ന്. അപ്പൊ നിങ്ങൾ പറ അത് ആരായിരിക്കും. അതെ. ഇപ്പൊ ഇങ്ങനെ പറയുന്ന ആളെ ഞങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്തേക്ക് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു മഹത് വ്യക്തിയാണ്. ഹലോ മച്ചന്മാരെ. അപ്പം ബാക്കി വീഡിയോ കാണിക്കാം കേട്ടോ. ഇതാണ് വൃത്തിയായിട്ട കല്ല്. പെണ്ണ് തരും പെണ്ണ്. ഇത് കേട്ടോ, ഒരു ചെരുപ്പെടുത്ത് പറഞ്ഞ കല്ല് ഇറങ്ങിയത്. അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ എടുത്ത് തീരാറായി കേട്ടോ. എന്ത് രാവിലെ പാവക്കുട്ടി നല്ല രസം കേട്ടോ, ക്യൂട്ട് പാവ. അയ്യോ, വെൽക്കം ടു ദ സ്റ്റുഡിയോ ബ്രോ. ചൈനി പുടിൽ പട്ടി. ആ നല്ല രസമുണ്ടല്ലേ. എങ്ങനെയുണ്ട്? ഇത് പെണ്ണ്. ഞാൻ ആദ്യം കണ്ടവൻ വിചാരിച്ചു. അപ്പൊ കാശ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ കേട്ടോ. അപ്പം അവിടെ ചെന്നിട്ട് കാണിക്കാൻ എന്തൊക്കെയാണ്. ഓക്കെ, നിന്നെ കുറിച്ച് നെഗറ്റീവ് ഉണ്ട് കേട്ടോ. എനക്ക് ചിക്കനല്ലോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒടുക്കത്തെ വലിയ ബില്ല് കിട്ടിയിട്ടുണ്ട്. 2251 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം പേ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.